കാലിക്കറ്റ് സർവകലാശാല ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസറുടെ കരാർ നിയമനത്തിൽ ക്രമക്കേട് നടന്നുവെന്ന പരാതിയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടി. UGC നിയമപ്രകാരം ഇല്ലാത്ത തസ്തിക സൃഷ്ടിച്ചായിരുന്നു നിയമനം. സംവരണക്രമവും അട്ടിമറിച്ചിരുന്നു. റിപ്പോർട്ട് അനുസരിച്ച് ഉടൻ നടപടികളുണ്ടാകുമെന്ന് രജിസ്ട്രാറുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ വാർത്തയിലാണ് ഇടപെടൽ. നമുക്കൊപ്പം സാനിയോ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാനിയോ, റിപ്പോർട്ടർ വാർത്ത ഇപ്പോൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നു. രജിസ്ട്രാറുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ്. ഇത് UGC ചട്ടം ലംഘിച്ച് നിർമ്മിച്ച തസ്തികയാണ് എന്നുള്ളത് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ സാനിയോ? 2021-22 വർഷത്തിൽ നടന്ന ഒരു നിയമനത്തിലായിരുന്നു അന്നത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോർഡിനേറ്റർ കൂടിയായിരുന്ന MR ദിനു ഇത്തരത്തിൽ ഒരു നിയമനം നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. UGC അംഗീകാരമില്ലാത്ത കൃത്രിമമായി സൃഷ്ടിച്ച തസ്തികകളിലേക്ക് നിയമനം വിവരാവകാശ രേഖകൾ സഹിതമായിരുന്നു പരാതി നൽകിയത്. അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ അത്ലറ്റിക്സ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഗോഗോ ആൻഡ് കബഡി, അസിസ്റ്റന്റ് പ്രൊഫസർ ജനറൽ എന്നീ നിയമനങ്ങളാണ് നടത്തിയത്. 2021 നവംബർ 18 ഈ വിജ്ഞാപനം സർവകലാശാല പുറത്തിറക്കിയത്. UGC നിയമപ്രകാരം ഇത്തരം തസ്തിക ഇല്ലെന്ന് പരാതിയിൽ പറയുന്നുണ്ടായിരുന്നു. സംവരണക്രമം അട്ടിമറിച്ചാണെന്നും ആരോപണമുണ്ടായിരുന്നു. അന്നത്തെ നിയമനത്തിൽ ഇപ്പോഴും തുടരുന്ന അധ്യാപകരെ പിരിച്ചുവിടാനും MR ദിനു ഏതെങ്കിലും സർവകലാശാല സ്ഥാപനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒഴിവാക്കാനുമാണ് പരാതിയിൽ ആവശ്യമുന്നയിച്ചിരുന്നത്. റിപ്പോർട്ട് തയ്യാറാക്കാൻ ബന്ധപ്പെട്ട വകുപ്പിലേക്ക് അയച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് അനുസരിച്ച് തുടർ നടപടികൾ ഉണ്ടാകുമെന്നും കാലിക്കറ്റ് സർവകലാശാല രജിസ്ട്രാറുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്.